ഹലോ ഗൈസ്, ഞങ്ങളിതാ സമൂസ ഉണ്ടാക്കാൻ പോകണു. ഇന്ന് ഞങ്ങളുടെ ഡിഷ് സമൂസ, നാടൻ ഡിഷ്. കണ്ടോ സമൂസ? ഇതിൻ്റെ സമൂസ ഡഫ് ഷീറ്റാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ലെറ്റ് us start our സമൂസ പ്രിപ്പറേഷൻ. അപ്പോൾ എന്താണ് സ്റ്റവ് കത്തിച്ചാൻ പോവാട്ടോ. അപ്പം നമ്മൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം സ്റ്റവ് കത്തിക്കുക. ആർക്കും അറിയില്ലല്ലോ സ്റ്റവ് കത്തിക്കണമെന്ന്. എനിക്കറിയാം. ഞാൻ സ്റ്റവ് കത്തിച്ചു. ഇത് നമ്മൾ ചിക്കന് എന്താ പറയുക വെള്ളം വറ്റിച്ചതാട്ടോ. അപ്പോൾ അതിനുള്ളൊരു ഇത് കാണാം ഇതിൽ. അല്ലാതെ ഇത് കഴുകാത്ത ചട്ടിയൊന്നുമല്ല കേട്ടോ, കഴുകിയാട്ട്. ഇപ്പോൾ ചട്ടി വെച്ച് ചട്ടി ചൂടായി എണ്ണ ഒഴിക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിൽ കുറച്ച് മതിയില്ലേ? കുറച്ച് മതി. പിന്നെ നമ്മളേക്ക് എന്താ ഇടുക ആദ്യം? അപ്പം നമ്മൾ സവാള ഇടാൻ പോവാ കേട്ടോ. ചെറുതാക്കി അരിഞ്ഞ് പിന്നെ അരി സവാള. നോമ്പിനുണ്ടാക്കുന്ന സംഭവമാണ്, പക്ഷെ നോമ്പിന് ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നു. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. എങ്ങനെയുണ്ട്? സവാള മൊത്തമായിട്ടുണ്ട് ഇടുക. അപ്പം നമ്മൾ സവാള ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ വഴണ്ടി വരട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് ആയിക്കോളും. അങ്ങനെ കണ്ടോ? അങ്ങനെ ഉണ്ട്. അതെല്ലാവർക്കും അറിയാം. എനിക്കറിയില്ലല്ലോ. എനിക്കറിയില്ലേ? ഭയങ്കര അന്താണ് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ഇളക്കുക. അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഇളക്കുക. അടി പിടിച്ചരുത്. അടിയിൽ മിക്കവാറും പിടിച്ചു. എന്താ ചെങ്കാലിയത്തിൻ്റെ വെച്ചത് എന്നാ ബാക്കിയിട്ട് വയറൊന്നും വേണം. എന്നിങ്ങോട്ട് ആവട്ടെ. പ്രേക്ഷകരെ ബോറടിപ്പിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അവിടെ വാങ്ങി നിങ്ങളെന്തെങ്കിലും പറഞ്ഞാടി. ഞങ്ങൾ ഗൃഹനാഥൻ വന്നിട്ടുണ്ട്. ഇപ്പൊ സംസാരിക്കുന്നതായിരിക്കും. നല്ല ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി ഉള്ളിക്ക് കിലോ 30. നല്ല വ്യൂസ് നല്ല കൈക്കൊണ്ട്. അമ്മ അതിൽ പറഞ്ഞ അതെന്താ ആയി കൊടുക്കാം. പറഞ്ഞമ്മ ഇവിടെ വന്ന് ആയി കൊടുക്കാം. ഒരു ആയി കൊടുക്കുക. ഇവിടെ നിന്ന് ആയി കൊടുക്കാം. ആയി കൊടുക്കുമ്പോ ആയി ആയി അറിയുന്ന തൊലി കൊണ്ട് കാണില്ല. അപ്പൊ കുറച്ചുകൂടി മുന്നിട്ടാ ആയി പറയും. ഉറപ്പേം പറയും. പാപ്പ അതവിടെ ചിക്കൻ കട്ടുന്നത്. ആകെ കുറച്ച് ചിക്കനോട് കേട്ടോ. അത് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സമൂസ അല്ല, ചിക്കൻ പച്ചക്കേ വേവിച്ചത് തിന്നവർക്ക് സമൂസ അല്ല കേട്ടോ. ഇപ്പം ഏകദേശം ഇതായിട്ടുണ്ട്. ഇപ്പം നമുക്ക് അടുത്ത ഐറ്റംസ് ഇടാം. നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്. ആടില്ല അത് ഉമ്മയാണ്. കടിക്കാവും ഒക്കെ ചാടിപ്പോവും. സവോള പേസ്റ്റൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സവോള അല്ല പേസ്റ്റ് ആക്കിയാണ്. ഉള്ളി വെളുത്തുള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി അക്കില്ല. അപ്പോൾ എണ്ണയുടെ ഇത്തിരി കുറവുണ്ട്. നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നടുവിലെന്തിനും ഓട്ടാ എണ്ണ ഒഴിച്ച്. അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യുന്നറിയോ? മസാല ഐറ്റംസ് ഇടാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഞാൻ എണ്ണയ്ക്ക് ഇടട്ടോ. ഗ്യാസ് സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചോണ്ടു, അല്ലെങ്കിൽ കരി. ഇതെന്തായാലും കഴിയാൻ സാധ്യത വളരെ കൂടുതലാണ്. മച്ചി ഉണ്ടാക്കുന്നതുകൊണ്ട് ഒന്ന് വേഗം ഇടുവോ? അതിലിപ്പോ കഴിയും. ഏതൊക്കെ ഇടാം? വേഗം ഇടുമ്പോ ഇപ്പൊ കഴിയും. ഇല്ല, അങ്ങനെ വരില്ല. ഇത്തിരി കുരുമുളക്, പിന്നെ ഇത്തിരി ഗരം മസാല, പിന്നെ മുളകും പൊടി കേട്ടോ. കുറച്ച് എരിവൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ഇത്തിരി ഉപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ. ഉപ്പ് നിർബന്ധമാണ്. കുറച്ച് ഉള്ളിൽ ഇട്ടിരുന്നാലും ഇത്തിരിയും കൂടി ഇടാം. ജസ്റ്റ് ഒന്ന് അടി പിടിച്ചില്ല. ഇതിന്റെ പ്രമാണം അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. ഏകദേശം നമ്മളെ ഉള്ളിൽ വെക്കാനുള്ള ആ സംഭവമല്ലേ, അത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കറിവേപ്പില ഇടാം. മുറിച്ചിട്ടില്ല, കാല് പോയി കിടക്കട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ പുതിന അതും കൂടെ ഇടാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, ചിലർക്കും ഇഷ്ടപ്പെടും. എനിക്കിഷ്ടം. ഞാൻ വെറുതെ ജ്യൂസ് അടിച്ച് കഴിക്കും. ഒന്നും വേണമെന്നില്ല, വെറുതെ അത് മാത്രം. ഞാൻ പറഞ്ഞു കൊടുത്ത എങ്ങനെ ഉണ്ടാക്കണമെന്ന്. സമൂസ ഉണ്ടാക്കണതാ എല്ലാം അറിയും കേട്ടോ. എല്ലാം അറിയും, പക്ഷെ എല്ലാം ഉണ്ടാക്കണേ ഭാര്യ എടുത്തു വേണമെന്നുള്ളൂ. ഉപ്പിന്റെ കുറവുണ്ട്. ഉപ്പിട്ടോ? പഞ്ചാരം കിട്ടോ? മതിമ ഉപ്പ് എന്തൊക്കെ ഇങ്ങനെയൊക്കെ ഇടാൻ പാടുള്ളൂ. ഉപ്പില്ലടാ. അപ്പോൾ മിക്സാക്കി